ഈ വിഷാദ രോഗത്തിനെ നമുക്ക് ഇത് കണ്ടെത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ പരിചയത്തിൽ, നമ്മുടെ സുഹൃത്ത് വലയത്തിൽ, നമ്മുടെ തൊഴിലിടങ്ങളിൽ വിഷാദമുള്ള ആളുകളുണ്ടായേക്കാം. അപ്പോൾ വിഷാദം വരുന്ന ഉടനെ തന്നെ നമ്മൾ ഒരു ഡോക്ടറെ കാണാൻ പോകേണ്ടതുണ്ടോ, ചികിത്സയ്ക്ക് പോകേണ്ടതുണ്ടോ, അതോ സ്വന്തമായിട്ട് അതിനെ മറികടക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ? പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പം നമുക്ക് നമ്മുടെ പരിചയത്തിൽ ഒരാൾ വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനെയാണ് മെൻ്റൽ ഹെൽത്ത് ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ മാനസികാരോഗ്യ പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത്. വിഷാദം മാത്രമല്ല, എന്ത് മനപ്രയാസം നമുക്ക് പരിചയത്തിലുള്ള ഒരു വ്യക്തിക്ക് ഉണ്ടായാലും നമ്മളിത് ചെയ്യേണ്ടതാണ്. ഈ മെൻ്റൽ ഹെൽത്ത് ഫസ്റ്റ് എയ്ഡിന് 5 സ്റ്റെപ്പുകളാണ്. നമ്മളെല്ലാം സ്കൂളിൽ ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പ്രഥമ ശുശ്രൂഷ പഠിച്ചിട്ടുണ്ട്. ഒരാൾ തല ചുറ്റി വീണാലോ, പാമ്പ് കടിച്ചാലോ, മിന്നലേറ്റാലോ, കറണ്ട് അടിച്ചാലോ, വെള്ളത്തിൽ മുങ്ങിയാലോ ഒക്കെ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷകൾ കുറച്ചൊക്കെ നമുക്ക് ധാരണയുണ്ട്. പക്ഷേ നമ്മുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ഒരു വിഷാദം വന്നാലോ മാനസിക പ്രശ്നങ്ങൾ വന്നാലോ പ്രഥമ ശുശ്രൂഷ ചെയ്യണം എന്നുള്ളത് ചിലപ്പോൾ പലർക്കും പുതിയ അറിവായിരിക്കും. പക്ഷേ തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. നമ്മുടെ പരിചയത്തിൽ ആർക്കെങ്കിലും വിഷാദമുണ്ടെന്ന് നമുക്ക് തോന്നിയാൽ 5 കാര്യങ്ങൾ. 1, അയാൾ ഇങ്ങോട്ട് വന്ന് പറയട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കരുത്. നമ്മൾ അങ്ങോട്ട് ചെന്ന് അയാളുടെ വിവരങ്ങളൊന്ന് അന്വേഷിക്കണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്, അപ്രോച്ച്. അങ്ങോട്ട് ചെന്ന് കുറച്ച് ദിവസമായിട്ട് എന്താ ഒരു മൂഡ് ഔട്ടായിട്ട് ഇരിക്കുന്നത്, എന്തെങ്കിലും വിഷമമുണ്ടോ എന്നൊന്ന് ചോദിക്കാം. ആ ചോദിക്കുന്നത് നല്ലതാണ്. കാരണം തന്നെ ആരും മനസ്സിലാക്കുന്നില്ല, തനിക്ക് ആരുമില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആരെങ്കിലും ഒരാൾ തൻ്റെ കാര്യത്തിലൊന്ന് താല്പര്യം പ്രകടിപ്പിച്ചു എന്നുള്ളത് ചിലപ്പോൾ വലിയൊരു ആശ്വാസമായിട്ട് ഭവിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തേത്, പലപ്പോഴും ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് മാത്രം അയാൾ മനസ്സ് തുറന്ന് സംസാരിക്കണമെന്നില്ല. ഇപ്പം നമ്മുടെ കാര്യം തന്നെ ആലോചിച്ച് നോക്കുക. നമുക്കൊരു പ്രയാസപ്പെട്ടിരിക്കുകയാണ്. നമ്മളെല്ലാം ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ആരും വിഷമങ്ങൾക്ക് അതീതരല്ല. പക്ഷേ നമുക്ക് വിഷമം വന്നിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ വന്ന് എന്തു പറ്റി എന്ന് ചോദിച്ചാൽ നമ്മൾ മറുപടി പറയുമോ? ഒരിക്കലുമില്ല. ഒരു 4-5 ഗുണഗണങ്ങളെങ്കിലും ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിലേ നമ്മൾ അയാളോട് മനസ്സ് തുറക്കും. എന്തൊക്കെയാണ് 4-5 ഗുണഗണങ്ങൾ? 1, അയാൾ ശ്രദ്ധാപൂർവം നമ്മളെ കേൾക്കാൻ തയ്യാറാവണം, തടസ്സപ്പെടുത്തരുത്. 2, നമ്മുടെ പ്രശ്നങ്ങളെ നിസാരവൽക്കരിച്ച് പുച്ഛിച്ച് തള്ളരുത്. 3, നമ്മളെ കളിയാക്കരുത്. 4, നമ്മൾ ഈ പ്രയാസം പറയുമ്പോൾ ഉടനെ നമ്മളെ കുറ്റപ്പെടുത്തരുത്. 5, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ ഗൗരവത്തോടുകൂടി രഹസ്യമായി സൂക്ഷിക്കണം. ഈ 5 കാര്യങ്ങൾ ഉറപ്പുണ്ടെങ്കിലേ നമ്മൾ സാധാരണഗതിയിൽ മറ്റൊരാളുടെ മനസ്സ് തുറക്കും. അപ്പോൾ നമ്മൾ ഈ പ്രയാസപ്പെടുത്ത ആളിനോട് പോയി എന്താണ് നിങ്ങളുടെ വിഷമമെന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ ഈ 5 കാര്യങ്ങൾ ഉറപ്പ് കൊടുക്കണം. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ അവസാനം വരെ കേൾക്കാം, അതിനെ നിസ്സാരമായിട്ട് തള്ളിക്കളയുകയോ കളിയാക്കുകയോ കുറ്റപ്പെടുത്തുകയോ ഇല്ല. നിങ്ങൾ പറയുന്നതെല്ലാം രഹസ്യമായിരിക്കും. ഈ ഉറപ്പ് നമ്മൾ കൊടുക്കുകയും അയാൾക്കത് ബോധ്യപ്പെടുകയും ചെയ്താൽ അയാൾ നമ്മളോട് മനസ്സ് തുറക്കും. രണ്ടാമത്തെ സ്റ്റെപ്പ് അവിടെയാണ്. ശ്രദ്ധാപൂർവം, ക്ഷമാപൂർവം, മുൻവിധികളില്ലാതെ, തടസ്സപ്പെടുത്താതെ അവസാനം വരെ അയാളെ കേൾക്കുക എന്നുള്ളതാണ്. ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ആധുനിക ലോകത്തിൻ്റെ തിരക്കുകൾക്കൊക്കെ ഇടയിൽ നമുക്ക് ചിലപ്പോൾ ഇതിന് കഴിഞ്ഞുവെന്ന് വരില്ല. പക്ഷേ എങ്കിൽ പോലും ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്നെ കേൾക്കാൻ ലോകത്തിലൊരാളുണ്ടെന്നൊരു ധാരണ വരുമ്പോൾ തന്നെ കുറച്ചൊക്കെ അയാൾക്കൊരു സമാധാനം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ അയാൾ പറയുന്ന കാര്യങ്ങൾ നിസാര കാര്യങ്ങളായിരിക്കാം, അനായാസം നമുക്ക് പരിഹാരം നിർദ്ദേശിക്കാവുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷേ എങ്കിലും ക്ഷമാപൂർവ്വം കേൾക്കണം. കാരണം എല്ലാവരും ഉപദേശിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ലോകത്തിൻ്റെ പ്രത്യേകത, അല്ലേ? നമുക്കെല്ലാം ഉപദേശിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ നമുക്കാർക്കും ഉപദേശം കേൾക്കാനും ഇഷ്ടമല്ല. അപ്പോൾ നിരവധി ആളുകളോട് ഇങ്ങനത്തെ പ്രയാസങ്ങൾ പറഞ്ഞപ്പോൾ അവരെല്ലാം തന്നെ ഉപദേശിച്ച് മടുത്തിരിക്കുന്ന ഒരു വ്യക്തിയോട് നമ്മൾ വീണ്ടും ഉപദേശിക്കാൻ പോകുന്നത് ശരിയല്ല. അയാളെ നമ്മൾ കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. മൂന്നാമത്, പൂർണ്ണമായും അയാൾക്ക് പറയാനുള്ളതെല്ലാം കേട്ടതിന് ശേഷം, ക്ഷമാപൂർവ്വം കേട്ടതിന് ശേഷം, എന്തെങ്കിലും തെറ്റായ ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് അയാൾ വിഷമിക്കുന്നതെങ്കിൽ ആ ധാരണ ഒന്ന് തിരുത്തി കൊടുക്കണം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കാര്യം, ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന ഒരു വസ്തുത നമ്മൾ വെളിപ്പെടുത്തി അയാളുടെ തെറ്റിദ്ധാരണകളൊന്ന് തിരുത്തി കൊടുക്കുക. ചിലപ്പോൾ ജീവിതത്തിൽ വളരെ സങ്കീർണമായ ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലൂടെ ആയിരിക്കാം ഇയാൾ കടന്നു പോകുന്നത്. ഉദാഹരണത്തിന് അയാളുടെ അടുത്ത ഒരു ബന്ധുവിന് വളരെ മരണാസന്നനായി കിടക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. അത്തരം ഒരു അവസ്ഥയിൽ ഇത് സാരമില്ല എന്ന് നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല, അത് സാരമുള്ളൊരു പ്രശ്നം തന്നെയാണ്. പക്ഷേ അവിടെയും നമുക്ക് ഒരു റീഅഷ്വറൻസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത്, നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നൊരു ആശ്വാസം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഈ 3 കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ കുറേ അധികം ആളുകളുടെ വിഷാദത്തിന് ചെറിയ തോതിലെങ്കിലും ഒരു കുറവ് വന്നേക്കും. ഇത്രയും ചെയ്തിട്ടും അയാളുടെ പ്രയാസത്തിന് ഒരു കുറവുമില്ല എങ്കിൽ
നാലാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ പോകണം. ആ നാലാമത്തെ ഘട്ടമാണ് ഒരു വിദഗ്ധ ചികിത്സ തേടുക എന്നുള്ളത്. കാരണം ഈ 3 കാര്യങ്ങൾ ചെയ്തിട്ടും ഒട്ടും കുറയുന്നില്ലെങ്കിൽ അത് തീവ്രമായ വിഷാദമാകാനാണ് സാധ്യത. അവിടെ ഒരു ചികിത്സകനെ സമീപിക്കണം. ചികിത്സകൻ വിലയിരുത്തിയ ശേഷം എന്ത് തരം ചികിത്സയാണ് കൊടുക്കേണ്ടത്, മരുന്നുകളാണോ മനഃശാസ്ത്ര ചികിത്സകളാണോ എന്ന് തീരുമാനിക്കുകയും അനുയോജ്യമായ ചികിത്സ നൽകുകയും ചെയ്യും. ചികിത്സയിലൂടെ വിഷാദ രോഗത്തിനെ നമുക്ക് ഭേദപ്പെടുത്താൻ സാധിക്കാറുണ്ട്. 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സാമൂഹിക പിന്തുണ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വിഷാദമുണ്ടെങ്കിൽ അയാൾ ഒറ്റപ്പെട്ടു പോകാതെ സൂക്ഷിക്കണം. ബന്ധുക്കൾ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, അയൽവാസികൾ, ഇവർക്കെല്ലാം അക്കാര്യത്തിലൊരു ഉത്തരവാദിത്വമുണ്ട്. കാരണം പലപ്പോഴും വിഷാദം അനുഭവിക്കുന്ന വ്യക്തി ഒറ്റയ്ക്കിരിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ ചിലപ്പോൾ ആത്മഹത്യാ ചിന്തകൾ കൂടുതലായിട്ട് വരാം. അപ്പോൾ അയാൾക്ക് വേണ്ട ഒരു സാമൂഹ്യ പിന്തുണ കൊടുക്കുക. അയാൾ ഒറ്റപ്പെട്ടു പോകാതെ ആരെങ്കിലുമൊക്കെ അയാളുടെ കൂടെ, അയാളുടെ തീവ്രമായ വിഷാദ ദിനങ്ങളിലൊരു സാന്നിധ്യമായി ആരെങ്കിലും കൂടുതൽ കൂടെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ദുരന്തങ്ങൾ തടയാനായിട്ട് സാധിച്ചേക്കും. അപ്പോൾ ഇതാണ് മാനസികാരോഗ്യ പ്രഥമ ശുശ്രൂഷ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അതിലെ ആദ്യത്തെ 3 സ്റ്റെപ്പുകൾ ചെയ്തിട്ടും പിന്നെയും പ്രശ്നങ്ങൾ മാറുന്നില്ലെങ്കിൽ നമ്മൾ ചികിത്സയിലേക്ക് പോകണം.